നമസ്കാരം. ബൈക്കേഴ്സിന് ആൾക്കൂട്ടത്തിന്റെ പിന്തുണ ആവശ്യമില്ല. അവരുടെ വഴി അവർ തന്നെ കണ്ടെത്തിക്കൊള്ളും. അങ്ങനെ സ്വന്തം പാത കണ്ടെത്തി അത് സമൂഹ നന്മയ്ക്ക് വേണ്ടി, സാമൂഹിക മാറ്റത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരാളെയാണ് പ്രേക്ഷകർക്ക് ഇന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ലഹരിക്കെതിരായി റൈഡ് ചെയ്ത് പോരാട്ടം നടത്തുന്ന ഷൈനി ദ റൈഡർ. സ്വാഗതം. ഇപ്പോ ലഹരിക്കെതിരായ ഒരു പോരാട്ടമാണ്. എന്താണ് ഈ റൈഡ്? അതിന്റെ പേര് തൊട്ട് എങ്ങനെയായിരിക്കും അതൊന്ന് പറയുമോ? റൈഡ് ഫോർ എ സോൾ, ഇന്ത്യ യുണൈറ്റഡ് അഗെയിൻസ്റ്റ് ഡ്രഗ്സ്. അതാണ് എൻ്റെ ഈ ഒരു റൈഡിൻ്റെ തീമെന്ന് പറയുന്നത്. പക്ഷേ ഈ റൈഡിനിടയിൽ ഞാൻ ഒറ്റയ്ക്കും കൂട്ടായും ഒക്കെ ഒത്തിരി പോരാട്ടമുണ്ട്. റൈഡിൻ്റെ കാലാവധി കുറച്ച് നീണ്ടതാണ്. 180ഓളം ദിവസം, 6 മാസം. തുടക്കത്തിൽ എൻ്റെ കൂടെ എൻ്റെ ക്ലബിലെ തന്നെ 2 ലേഡീസുണ്ട്. ഒരാൾ കൊച്ചി, ഒരാൾ ട്രിവാൻഡ്രം. ഞങ്ങൾ 3 ബൈക്കിലാണ് ട്രിവാൻഡ്രത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ട്രിവാൻഡ്രം ഹെൽമെറ്റ് വേൾഡിൻ്റെ ഫ്രണ്ടിൽ നിന്നായിരിക്കും ഞങ്ങളുടെ സ്റ്റാർട്ടിങ് വരുന്നത്. വർഷങ്ങളായിട്ട് അവർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ നിന്നായിരിക്കും. നേരെ ഞങ്ങൾ കന്യാകുമാരി ചെന്ന് ടച്ച് ചെയ്യും. ഇന്ത്യയുടെ ഒരു കോർണറാണ് കന്യാകുമാരി. അവിടെ നിന്ന് സാധാരണ നമ്മളിങ്ങനെ കന്യാകുമാരി മേളിലോട്ടാണ് പോകുന്നത്. കന്യാകുമാരി മേളിലോട്ടില്ലല്ല, കന്യാകുമാരി മേളിലോട്ട് തന്നെ പോകും. പക്ഷേ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മുകളിൽ നിന്നാണ്. അതായത് വേൾഡിലെ ഹയസ്റ്റ് മോട്ടറബിൾ റോഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അവിടെ നിന്ന് താഴോട്ട്. ഒന്നാമത്തത് നമുക്ക് ലഡാക്കിൻ്റെ ടൈം എന്ന് പറയുന്നത് സെപ്റ്റംബർ കഴിയുമ്പോൾ ഒക്ടോബർ പകുതി മുതൽ എപ്പോൾ വേണമെങ്കിലും അവിടെ ക്ലോസ് ചെയ്യാം. തണുപ്പാകുമ്പോൾ മഞ്ഞ് വീഴുന്നതിനനുസരിച്ച് ക്ലോസ് ചെയ്യും. അപ്പം എത്രയും പെട്ടെന്ന് അവിടെ എത്തുകയാണ് ഒരു ലക്ഷ്യം. അപ്പം നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ നിന്ന് താഴോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ അതൊരു വേറെ വെറൈറ്റി ആവും. എന്തായാലും മാറ്റങ്ങളാണല്ലോ പല വ്യക്തികളിലും അതൊരു വരുത്തുന്നത്. അപ്പോൾ ഞങ്ങൾ 3 പേരും അവിടെ നിന്ന് താഴോട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള, ആക്ച്വലി എൻ്റെതാണ് ഈ തീം. അവരെൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മുകളിൽ നിന്ന് ഇങ്ങനെ വെട്ടിയിറക്കി തീർച്ചയായിട്ടും. എന്നാൽ ഈ 180 ദിവസം, 6 മാസമൊക്കെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നത് അത് നല്ലൊരു മനക്കരുത്ത് വേണ്ട കാര്യമാണ്. ഇനിയിപ്പോൾ നമ്മൾ ഷൈനിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് കേരളത്തിലെ തന്നെ ആദ്യ വനിതാ റൈഡേഴ്സ് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തത് ഷൈനിയല്ലേ? അതെന്തായിരുന്നു, എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു പ്രചോദനം? എൻ്റെ ചെറുപ്പം മുതൽ എനിക്ക് ട്രാവൽ ഇഷ്ടപ്പെട്ടു, വണ്ടി ഇഷ്ടപ്പെട്ടു. സ്വന്തം കാലിൽ 20ാമത്തെ വയസ്സിലൊരു വണ്ടി മേടിച്ചു. പിന്നെ അത് സ്വന്തമായിട്ട് ഓടിച്ചു. അവിടെ നിന്ന് ജോലികളുടെ ഇടയിലൂടെയൊക്കെ ട്രാവൽ ചെയ്തു. ലാസ്റ്റ് എല്ലാ ജോലിയും കളഞ്ഞ് ട്രാവലിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് പിന്നെ അതിനിടയിൽ അമ്മയായി, മകനെ വളർത്തി, അത് നടന്നു. മോനൊരു 6ാം ക്ലാസ്സൊക്കെ ആയപ്പോഴത്തേക്ക് പതിയെ അവനെ ഒറ്റയ്ക്കിട്ടിട്ട് പോകാനുള്ള ഒരു ഇതായി. ഞാൻ സത്യം പറഞ്ഞാൽ 2012 കൂടെയാണ് മറ്റുള്ളവരറിഞ്ഞ് യാത്ര ചെയ്തു തുടങ്ങിയത്. അപ്പോൾ ചെയ്തു തുടങ്ങിയ സമയത്ത് ഞാൻ 2007 നാട്ടിൽ വരുന്നത്. കുറച്ച് കാലം നോർത്ത് ഇന്ത്യയിലായിരുന്നു. പക്ഷേ ഈ നാട്ടിൽ വരുന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത് ഒരു പെൺകുട്ടിക്ക് ഒരു 2 വീലർ ഗിയറുള്ള വണ്ടി ഓടിക്കാൻ ഈസി അല്ല. എനിക്ക് ഈസിയാണ്, പക്ഷേ സൊസൈറ്റി അതെനിക്ക് ഈസി അല്ല. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്തുകൊണ്ട്. ഇപ്പം ഇന്നത്തെ കാലത്ത് പെൺകുട്ടിക്ക് ലോറി ഓടിക്കാം, ഫ്ലൈറ്റ് വരെ കൊണ്ടുപോകുന്ന കാലത്ത് ഇത് 2 വീലർ ഓടിക്കുന്നതിൽ എന്താണ് ഇപ്പോൾ എനിക്ക് പ്രശ്നം തോന്നില്ല. കാരണം എൻ്റെ ഒരു സമരത്തിൻ്റെ ഫലമായിട്ട് ഇന്നിപ്പോൾ ഏത് മുക്കിലും മൂലയിലും നോക്കിയാലും മുമ്പിൽ സത്യം ഭയങ്കര അഭിമാനം തോന്നാറുണ്ട്. ഇത്രയും പെണ്ണുങ്ങൾ ഇത്രയും വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഞാൻ നടത്തിയ ഒരു സമരത്തിൻ്റെ ഭാഗമാണ്. എനിക്ക് മുമ്പേ ഓടിക്കുന്ന ലേഡീസ് ഉണ്ട്. പക്ഷെ ആരാണോ സമരത്തിനിറങ്ങുന്നത് അവിടെയാണ് പ്രതിഷേധം കൂടുതൽ കിട്ടുന്നത്. അങ്ങനെ ഇഷ്ടമാതിരി പ്രതിഷേധം. പോരാട്ടം എന്തായിരുന്നു? അയ്യോ, ആദ്യം കുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടെ. കുടുംബം മീൻസ് എൻ്റെ സ്വന്തം അപ്പനും അമ്മയും അവർ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ബാക്കി സമൂഹം ആരും ഇപ്പോഴും ഇല്ല. ഇപ്പോഴും ഞാൻ ബന്ധുക്കളുടെ കല്യാണത്തിനൊന്നും പോകത്തില്ല കേട്ടോ, ഒന്നിനും പോകത്തില്ല. പോയാലും ഇപ്പോൾ ചിലപ്പം എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നവരുണ്ട്. 2 വീലർ ഓടിച്ചതിൻ്റെ പേരിൽ ഞാനെന്തോ തെറ്റ് ചെയ്തു. കാരണം 2007 ഒരു ഗിയറുള്ള വണ്ടി ഓടിക്കുന്നത് അഹങ്കാരി, തൻ്റെടി, കുതിരപ്പുറത്ത് കിടക്കുന്നവൾ. ഓൾറെഡി ഞാൻ ഈ പേരൊക്കെ നേരത്തെ സ്വന്തമായിട്ടുള്ളതാണ്. ഞാൻ ചെറുപ്പം മുതലേ സ്പോർട്സ് പേഴ്സണാണ്, അത്ലറ്റായിരുന്നു. ദെൻ ഞാൻ കേരള ടീമിൻ്റെ ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു. സ്കൗട്ട് ആൻഡ് ഗൈഡ്സിലുണ്ടായിരുന്നു. അന്ന് മുതലേ ട്രാവൽ ചെയ്യും. എൻ്റെ വഴികളെല്ലാം ഞാൻ മോശമില്ലാത്ത രീതിയിൽ നിൽക്കുന്ന സ്ഥലങ്ങളിലെല്ലാം എൻ്റെ ഒരു പേര് എഴുതിയിടാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ്. അത് അന്നും അങ്ങനെ തന്നെ, ഇന്നും അങ്ങനെ തന്നെ, നാളെ അങ്ങനെ ആയിരിക്കും. എനിക്ക് എല്ലാത്തിൻ്റെ ആദ്യത്തത് കിട്ടുക,
നല്ല പേര് കിട്ടും, അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. മോശമല്ലാത്ത രീതിയിൽ നമ്മളത് സമ്പാദിക്കുന്നതിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല. അപ്പോൾ വണ്ടി ഓടിക്കുക എന്നുള്ളത് അതൊരു തെറ്റായിട്ട് എനിക്ക് ഒരിക്കൽ പോലും ഫീൽ ചെയ്തിട്ടില്ല. വണ്ടി ഓടിക്കാൻ പറ്റാത്തതൊരു തെറ്റാണല്ലോ എന്നൊരു കുറ്റബോധത്തോടെ ഷൈനി എന്ന് പറയുമ്പോഴും ഷൈനിയുടെ മുമ്പിൽ ഇരിക്കുമ്പോഴും ഞാൻ ഇങ്ങനെ ആ കുറ്റബോധത്തിൽ ഇങ്ങനെ ഉരുകിക്കൊണ്ടിരിക്കുക. എനിക്കൊരു സൈക്കിൾ ഓടിക്കാൻ പോലും അറിയില്ല. അപ്പോൾ ഷൈനിയുടെ അഭിമാനം കംപ്ലീറ്റ് ആവണമെങ്കിൽ എന്നെ കൂടെ 2 വീലർ ഓടിക്കാൻ പഠിക്കണം. ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ആദ്യത്തെ പണി അതായിരിക്കും. ഓക്കെ, എനിക്ക് ചലഞ്ച് ഏറ്റെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാലിക്കട്ട് ഒരു പെൺകൊച്ചുണ്ട്, 150 പോലും ഇല്ല, 145 ഉള്ളു പുള്ളിക്കാരിയുടെ ഹൈറ്റ്. അപ്പോൾ എൻ്റെ അടുത്ത് പഠിക്കാൻ വന്നു. ഞാൻ കുറേ ട്രൈ ചെയ്തു. ആക്റ്റീവ നന്നായിട്ട് ഓടിക്കും, ആക്റ്റീവ മോഡൽ വണ്ടി. പക്ഷെ അതെൻ്റെ ചലഞ്ചായിരുന്നു. പുള്ളിക്കാരി ഇപ്പം ബാക്കിൽ ആളെയൊക്കെ ഇരുത്തി വയനാടൊക്കെ കയറണ കണ്ടാൽ ഞാൻ തന്നെ ഞെട്ടിപ്പോവും. നന്നായിട്ട് ഓടിക്കും. പക്ഷേ എൻ്റെ മാത്രം ഞാൻ പഠിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ പുള്ളിക്കാരിയുടെ ഫ്രണ്ട്സൊക്കെ നല്ല രീതിയിൽ പുള്ളിക്കാരിയെ സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് നന്നായിട്ട് പുള്ളിക്കാരി ഓടിക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ എനിക്ക് അഭിമാനമാണ്. കാരണം എൻ്റെ സ്റ്റുഡൻ്റ് എന്ന് എനിക്ക് 10 പേരെടുത്ത് ധന്യശ്രീയെക്കുറിച്ച് വിളിച്ച് പറയാൻ അഭിമാനിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചിലർ പറയും ഞാൻ മെലിഞ്ഞിരിപ്പുണ്ട് വണ്ടി, ഒന്നുമില്ല. നമുക്കെല്ലാവർക്കും എല്ലാം പറ്റും. ഇപ്പോൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന വണ്ടി ഇൻ്റർസെപ്റ്ററാണ്, നല്ല വെയിറ്റുള്ള വണ്ടിയാണ്. പലരും എൻ്റെ അടുത്ത് വന്നിട്ട് ഇതെങ്ങനെ ഈ വെയിറ്റ് ഹാൻഡിൽ ചെയ്യുന്നത്. ഞാൻ അതുകൊണ്ട് ഓഫ് റോഡ് പോകാറുണ്ട്. അതുകൊണ്ട് ആദ്യ കൈലാസ് കയറിയ വ്യക്തിയാണ് ഞാൻ. എന്നെ കൊണ്ട് പറ്റില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ആ കയ്യിൽ ആ വണ്ടി ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് കയറിയേ പറ്റത്തുള്ളൂ. കയറി വീണു എണീച്ച് ഞാൻ നാട്ടിൽ തിരിച്ചു വന്ന വ്യക്തിയാണ്. ഏതെങ്കിലും ഒരു ഹൈ പോസ്റ്റ് ഉംലിംഗ്ല പോലെയൊക്കെ എത്തുമ്പോൾ ഞാനൊരു ആസ്മ പേഷ്യൻ്റാണ്. അപ്പം എനിക്ക് ശ്വാസത്തിന് ഭയങ്കര പ്രശ്നമുണ്ട്. ഞാൻ കരഞ്ഞായിരിക്കും ഞാൻ അവിടെ കയറുന്നത്. എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന്. ഒരിക്കൽ ഞാൻ സ്പീറ്റി വാലി പോയ സമയത്ത് ഒറ്റയ്ക്കാണ് പോകുന്നത്. ഞാൻ വണ്ടി മേളിൽ വെച്ചിട്ട് സത്യം പറഞ്ഞാൽ ഒരു 500 മീറ്റർ പോലും ഇല്ല, 500 മീറ്റർ പോലും ഇല്ല. പോസ്റ്റ് ഓഫീസ് താഴെയാണ്. ഇപ്പം എന്നെ പോലുള്ളവരെ കരുതിയിട്ടായിരിക്കും അവരിപ്പം പോസ്റ്റ് ഓഫീസ് പൊക്കത്തിൽ വെച്ച് 2ാം ഇത് ഞാൻ നടക്കാൻ വേണ്ടിയിട്ട് 45 മിനിറ്റ് എടുത്തു. എനിക്ക് ഒരു 2 ശ്വാസം ഞാൻ എടുക്കും, ഞാൻ നിൽക്കും. അപ്പോൾ ഒരു വ്യക്തി എന്നെ വന്നിങ്ങനെ തൊട്ടിട്ട് എൻ്റെ അടുത്ത് ചോദിച്ച് ഹെൽപ്പ് വേണോ മേഡം? ഞാൻ കുഴപ്പമില്ല, ഞാൻ പതിയെ പൊക്കോളാം. ഒറ്റയ്ക്ക് പോയിക്കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ഗുണമുണ്ട്. എത്ര പതിയെ പോയാലും എനിക്ക് എന്നോട് തന്നെ മറുപടി പറഞ്ഞാൽ മതി. പക്ഷെ വേറൊരാളെ കൊണ്ടുപോകുമ്പോൾ അവരെയും നോക്കണം, എന്നെയും നോക്കണം, ടെൻഷൻ ആവും. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ടെൻഷൻ കൊടുക്കാതെ. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കും, ഇപ്പോൾ പറഞ്ഞതുപോലെ പല കുട്ടികൾക്കും അല്ലെ പല ആൾക്കാർക്കും, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്തോന്ന് എനിക്കറിയില്ല, ഒരു പേടി, ഒരു ബ്ലോക്ക് ഉണ്ട്. കാരണം വലിയ സ്പീഡിൽ വാഹനമൊക്കെ വരുമ്പോൾ ചെറുപ്പം തൊട്ട് ഈ പറയുന്നത് പോലെ ഷൈനി എല്ലാ കാര്യത്തിലും വളരെ ആക്റ്റീവ് ആയിരുന്നല്ലോ. അപ്പോൾ സ്പോർട്സിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള വണ്ടി ഓടിക്കുക അല്ലെങ്കിൽ ഒന്ന് മരത്തിൽ കയറുക അല്ലെങ്കിൽ ഉയരങ്ങളിൽ കയറുക എന്നൊക്കെ പറയുന്നത് പേടിയുള്ള കൂട്ടത്തിലായിരുന്നു. അപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഈ പറയുന്നത് പോലെ വളരെ മെലിഞ്ഞതാണ് അല്ലെങ്കിൽ നല്ല ഹൈറ്റ് ഇല്ല, അപ്പോൾ ഈ പറയുന്നത് പോലെ ഇത് സ്റ്റാർട്ട് ആക്കാനുള്ള പാടുണ്ട്, വെയിറ്റ്. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയുമ്പോൾ നീ ഇത് എടുത്തോണ്ടൊന്നും അല്ലല്ലോ നടക്കുന്നത്, ഓടിച്ചുകൊണ്ട് പോയാൽ പോരെയെന്ന് ചോദിക്കണം. അപ്പോൾ ഇതൊന്നും അതായത് ശാരീരികമായ പരിമിതികൾ ഇതിനൊരു പ്രശ്നമല്ല എന്നാണ് പറയുന്നത്. ഒരിക്കലുമല്ല. നമ്മുടെ മൈൻഡാണ് നമുക്ക് പറ്റും എന്നുള്ള ഇത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ പെൺപിള്ളേർക്ക് ചെറുപ്പം മുതലേ നമ്മൾ വളർന്നു വരുമ്പോൾ ഇന്നത്തെ തലമുറ അത് കേൾക്കുന്നില്ല. പഴയ തലമുറ കേട്ട് വരുന്നത് എല്ലാം നീ പെണ്ണല്ലേ, എന്ത് സാധനം എടുത്താലും പറയും നീ പെണ്ണല്ലേ. ഇത് കേട്ടാണ് വളർന്നത്. ഈവൻ ഇപ്പോൾ ഇത്രയും ഇരുന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്ന ഞാൻ തന്നെ എനിക്ക് വേണ്ടിയിട്ടൊരു പഴഞ്ചൊല്ല് പറയും, ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര. ഞാൻ വെള്ളം കണ്ടാൽ അവിടെ നിൽക്കും. ഈ ലഡാക്കൊക്കെ പോകുമ്പോൾ റിവർ ക്രോസിങ് വരും. സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് എല്ലാവർക്കും ഞാൻ നോക്കുമ്പം എൻ്റെ കൂടെ പറഞ്ഞ പെൺപിള്ളേർ ഒരു അങ്ങ് സ്പീഡിൽ പോവും, ഞാൻ അവിടെ നിൽക്കും. കർത്താവേ എന്നെ കൊണ്ടത് ക്രോസ് ചെയ്യാൻ പറ്റുമോ. എനിക്ക് വെള്ളം ഭയമാണ്, പക്ഷെ ഞാൻ ചെയ്യും, കുറച്ച് ടൈം എടുക്കും. എല്ലാ വ്യക്തികളുടെ മനസ്സിലും ഏതെങ്കിലും ഒരു ഭാഗത്ത് കുറച്ച് ഭയമുണ്ടാവും. അത് നമ്മൾ ഈ ചെറുപ്പം മുതലേ കേട്ട് വരുന്ന ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണ്. പക്ഷെ അത് മാറും. ഇപ്പം റോഡിൽ കൂടെ വണ്ടി ഓടിക്കാൻ എൻ്റെ അടുത്ത് വരുന്ന മിക്കവാറും ആൾക്കാർ വരുന്ന എന്തിനാണെന്നറിയാമോ? ഞങ്ങൾ ആക്റ്റീവയൊക്കെ ഓടിക്കും, നല്ല രീതിയിൽ ഓടിക്കും. പക്ഷേ ബുള്ളറ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ ബൈക്ക് എടുത്തിട്ട് റോഡിൽ കൂടെ ഓടിക്കാൻ ഈ ആക്റ്റീവ് ഓടിക്കുന്ന അതേ സംഭവം തന്നെയാണ് ബൈക്ക് ഓടിക്കുമ്പോഴും ഉള്ളൂ. ഒരു ഗിയറുള്ള വണ്ടിക്കും വേറെ പ്രത്യേകതയൊന്നും ഇല്ല. പക്ഷെ അവർക്ക് ഭയമാണ്. അപ്പം ഞാൻ എന്ത് ചോദിച്ചാൽ വലിയ തിരക്കില്ലാത്ത ബസ്സൊന്നും പോവാത്ത ഒരു റോഡിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഒരു MLA റോഡുണ്ട്, ആ റോഡിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്.
പഠിപ്പിച്ചിട്ട് ഈ വണ്ടി കണ്ട് തന്നെ ഇപ്പോൾ ഗ്രൗണ്ടിൽ പഠിപ്പിച്ചിട്ട് കൊണ്ട് പെട്ടെന്ന് റോഡിലിട്ട് അത് ആരായിരുന്നാലും ഭയക്കും. ആദ്യമേ തന്നെ ഇത് കണ്ട് പഠിച്ചു വരുമ്പോഴത്തേക്ക് ഓൾറെഡി വലിയ കുഴപ്പം കാണത്തില്ല. പിന്നെ ഈ വരുന്നവരെല്ലാം തന്നെ ലൈസൻസ് ഉള്ളവരായിരിക്കും. അപ്പോൾ ജസ്റ്റ് എനിക്കൊന്ന് പ്രാക്ടീസ് മോട്ടിവേഷൻ കൊടുത്താൽ മാത്രം മതി. അപ്പോൾ എന്തായാലും ഇതിനു മുമ്പും ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു മുൻപ് ഒരു ക്യാമ്പയിൻ നടത്തിയത് ഈ പറയുന്ന ലിംഗവിവേചനത്തിനെതിരെയായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? സ്ത്രീകളെയും പുരുഷനും ജെൻഡർ ഡിസ്ക്രിമിനേഷനെതിരെ ഒരു ക്യാമ്പയിൻ നടത്തി. അത് ഏത് രീതിയിൽ സ്വീകരിക്കപ്പെട്ടു? അന്ന് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഇപ്പോഴും തീർന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആ പ്രൊഫഷണൽ ഈഗോ ഇന്നും എൻ്റെ ലൈഫിൽ നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ അതിലോട്ടെന്തായാലും പോകുന്നില്ല. 2 വർഷം ഞാൻ ആ ഒരു സെയിം തീമിൽ തന്നെയായിരുന്നു ചെയ്തത്. അതിനുശേഷം ഞാനൊരു ചൈൽഡ് അബ്യൂസിൻ്റെത് ചെയ്തു. പിന്നെ മകനുമായിട്ട് ഈ സേ നോ ടു ഡ്രഗ്സ് എന്നുള്ള പേരിൽ തന്നെ 23-ൽ ഒരെണ്ണം ചെയ്തു. ഇപ്പോൾ വീണ്ടും 25 ആയപ്പോൾ 24 ഞാനൊന്ന് ബ്രേക്ക് എടുത്തു. അപ്പം എല്ലാവരും ചിന്തിച്ചത് ഞാൻ ബ്രേക്ക് എടുത്തത് ആക്ച്വലി ഞാൻ ഈ ഫീൽഡിൽ നിന്ന് മാറി എന്നാണ്. ആക്ച്വലി അതല്ല സംഭവം. ഞാൻ ഞാനും മകനും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവൻ UG പഠിച്ചത് 3 വർഷവും അവനും കൂടെ ജോലി ചെയ്തിട്ടാണ് പഠിച്ചത്. എൻ്റെ വരുമാനം എന്ന് പറയുന്നത് ഞാൻ ഈ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നു, ട്രെയിനിങ് ചെയ്യുന്നു, ഇതൊക്കെയാണ്. അപ്പം എനിക്ക് ഭയങ്കര വരുമാനമൊന്നും വേണ്ട. ഇതിൽ ഉള്ളതിൽ പെട്രോൾ ഒടിച്ച് മോൻ്റെ കാര്യം നോക്കി അമ്മയുടെ കാര്യം മാത്രം നോക്കാൻ എനിക്കിത് മതി. UG പോയപ്പോൾ മോൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവന് ഫണ്ട് വേണം. അപ്പോൾ അവനും കൂടെ ജോലി ചെയ്യും, ബാക്കി കാര്യം ഞാൻ നോക്കിയാൽ മതി. പക്ഷേ PGയിലോട്ട് അത് വരുമ്പോൾ അവൻ്റെ ഹയർ എഡ്യൂക്കേഷൻ അത് ബാധിക്കും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരു തീരുമാനം എടുത്തു. അങ്ങനെയാണെങ്കിൽ PGക്ക് നീ ജോലി ചെയ്യുന്നില്ല, ഞാൻ ജോലി ചെയ്യും, നീ പഠിക്കും, അടുത്ത നിൻ്റെ ഹയർ എഡ്യൂക്കേഷന് അതൊരിതാവും. അപ്പോൾ നേരത്തെ തന്നെ തീരുമാനം എടുത്തതുകൊണ്ട് തന്നെ ഞാൻ 24-ഉം 25-ഉം റൈഡിന് അങ്ങനെ ഹെവി റൈഡിന് ഇറങ്ങണ്ടെന്ന് തീരുമാനിച്ചതാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ 25-ൽ. പക്ഷെ പലരും ചിന്തിച്ചത് അയ്യോ ഷൈനി മാറി. ഇല്ല, ഒരിക്കലും ഇല്ല. പിൻവാങ്ങുന്നത് എന്തെങ്കിലും കാരണമായിരിക്കും. ഫാമിലിയും വേണം, മകനും വേണ്ടേ. അപ്പോൾ അതും കൂടെ ഉണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ 2.5 വർഷത്തെ 23 കഴിഞ്ഞിട്ടുള്ള അത്രയും ദിവസത്തെ പ്ലാനിങ് ആണ് ഞാൻ ഈ പോകുന്ന 6 മാസം. അപ്പോൾ ഈ മയക്കുമരുന്നിന് അല്ലെ ലഹരിക്കെതിരായ പോരാട്ടം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലേക്ക് ഇപ്പോൾ നമ്മളൊരു ഫൈറ്റ് നടത്തുമ്പോൾ, അതായത് നമ്മൾ ഈ റൈഡിങ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു സ്കിൽ അല്ലെ ആ ഒരു നൈപുണ്യം എന്ന് പറയുന്നത് സമൂഹ മാറ്റത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ മറ്റു കാര്യങ്ങളും ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് അത് ലഹരിക്കെതിരായ പോരാട്ടത്തിലേക്ക് അങ്ങനെ ഒരു ഫോക്കസ് വരാൻ കാര്യം എന്താ? ഞാൻ സൊസൈറ്റിയിൽ ഞാൻ നന്നായിട്ട് ചായ കുടിക്കും. അപ്പം എല്ലാവരും എൻ്റെ അടുത്ത് തമാശയ്ക്ക് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, അടിക്കുമോ എന്ന് ചോദിക്കും. ഞാൻ പറയാം അടിക്കും. പെട്രോള് കുടിക്കുമോ എന്ന് ചോദിക്കും. കുടിക്കും ചായ. ഇതാണ് എൻ്റെ സ്ഥിരം സ്റ്റൈല്. അപ്പോൾ എല്ലാവർക്കും അറിയാം ഞാൻ ഈ പറയുന്ന വലിയ കുടിയൊന്നും എൻ്റെ ലൈഫിലില്ല. എൻ്റെ ഏറ്റവും വലിയ ലഹരി എന്ന് പറയുന്നത് വണ്ടി ഓടിക്കുന്നതാണ്. എനിക്കിങ്ങനെ വണ്ടി ഓടിച്ച് എനിക്കത് ഭയങ്കര സന്തോഷം തരുന്ന ഇങ്ങനെ സ്ഥലങ്ങൾ കാണുക എന്നുള്ളത്. ഇപ്പോൾ സ്പീറ്റിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, സ്പീറ്റി വാലി പോയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, പോകണം കേട്ടോ ലൈഫിൽ ഒരിക്കലെങ്കിലും. പോകുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഒരു 50 മീറ്റർ പോകുമ്പോൾ നമ്മൾ കാണുന്ന പ്രകൃതി ഭംഗിയല്ല അടുത്ത 50 മീറ്റർ കാണുന്ന. അപ്പോൾ കാണുമ്പോൾ തോന്നും അയ്യോ ഇല്ല, കുറച്ചുകൂടെ നിന്ന് കാണാം. ഒരിക്കലും ഒരു ക്യാമറയിലൊന്നും ആ ഭംഗി നമുക്ക് പറ്റത്തില്ല. ഞാൻ ഒരു മ്യൂറൽ ആർട്ടിസ്റ്റ് കൂടെയാണ്. ഞാൻ തന്നെ പലപ്പോഴും അത് വരയ്ക്കണമെന്ന് വിചാരിച്ചിട്ട് പോലും പറ്റത്തില്ല. ഇനി ഞാൻ എങ്ങനെ വരയ്ക്കാൻ ശ്രമിച്ചാലും നടക്കത്തില്ല. ഇനി എത്ര ക്യാമറയിൽ എടുത്താലും അതത്തില്ല. ആ കണ്ണുകൊണ്ട് കാണുന്ന ആ ഒരു ഭംഗി വേറെ ഒന്നിനും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇങ്ങനെ കണ്ട് അതുകൊണ്ടാണ് ഞാൻ 2 വട്ടം അവിടെ പോയത്. പറഞ്ഞത് വളരെ സത്യമാണ്. കാരണം ഇപ്പം നമ്മൾ പലയിടത്തും പോകുമ്പോഴുണ്ടല്ലോ, പലയിടത്തും പോകുമ്പം ഞാനിങ്ങനെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലം കാണുമ്പോൾ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട്, നല്ല ക്യാമറയായിരിക്കും ഫോണിൽ, അത് പകർത്താൻ നോക്കും. പക്ഷെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നോക്കുന്നത് ഈ ഫോണിൽ കാണുന്നത് തമ്മിൽ അജഗജാന്തരമുണ്ട്. ആന ആടും പോലുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളവർക്കൊക്കെ ഇതൊന്ന് കാണിച്ചു. അപ്പോൾ യാത്രയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജും അതാ. നമ്മൾ നേരിൽ കാണുമ്പോൾ ഉള്ള ആ സൗന്ദര്യം ഉണ്ടല്ലോ, അത് നമ്മൾ വിചാരിക്കും ചിലപ്പോൾ വീഡിയോ കണ്ടാലോ ഓക്കെ, പക്ഷെ അത് പറ്റില്ല എന്നുള്ളതൊരു സത്യമാണ് അല്ലേ? അതുകൊണ്ടാണ് ഞാൻ എല്ലാവരുടെ പറഞ്ഞത്. ഈ ഇപ്പം ദൈവവിശ്വാസിയാണെങ്കിൽ അവരുടെ അടുത്ത് ഞാൻ പറയുന്ന ഒരു പോയിൻ്റാണ്, ദൈവം ഇതെല്ലാം ഉണ്ടാക്കിയിട്ടേക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ യൂസ് ചെയ്യാതെ വെറുതെ ഇരുന്ന് കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതായത് താക്കോല് നമ്മുടെ കയ്യിൽ തന്നിട്ട് വാതിൽ തുറക്കേണ്ടത് നമ്മുടെ കടമയാണ്. കയ്യിൽ താക്കോലിരിപ്പുണ്ട്, അത് തുറക്കണോ വേണ്ടതെന്ന് നമ്മളാ തീരുമാനിക്കേണ്ടത്. വേറൊരു വ്യക്തിക്കും അത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ
എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അത് ചെയ്യേണ്ട നമ്മൾ മാത്രം. അതെങ്ങനെ വേണമെന്ന് നമ്മളാ തീരുമാനിക്കേണ്ടേ. അപ്പം ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോഴും ഇതെല്ലാം നോക്കുമ്പോഴത്തേക്കും ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടുതലും ഈ ചായ കുടിക്കാനൊക്കെ ഞാൻ വൈകുന്നേരം ഇറങ്ങുമ്പോൾ കൊച്ചു കൊച്ചു പിള്ളേരൊക്കെ ചായക്കിടയിലൊക്കെ വന്നിട്ട് സത്യം പറഞ്ഞാൽ രണ്ട് കാലിൽ ഉറച്ച് നിൽക്കാൻ പറ്റാത്ത. അപ്പം ഞാൻ ഒരു വ്യക്തിയെ കാണുന്നത് എൻ്റെ മകനിലൂടെ ആയിരിക്കും. അപ്പം ഞാനിങ്ങനെ ഒരു പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ ഞാൻ പോകുന്ന എല്ലാ സ്ഥലത്തും അവനെ കൊണ്ടുപോകാറുണ്ട്. എൻ്റെ ഏറ്റവും വലിയ സുഹൃത്താരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനാണ്. ഞങ്ങളെന്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. നന്നായിട്ട് തല്ലും കൂടും, എന്നാൽ നന്നായിട്ട് ഞങ്ങൾ സംസാരിക്കും. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, അമ്മ അതെൻ്റെ കൂടെ പഠിച്ച കുട്ടിയാണ്. അപ്പോൾ ഞങ്ങളുടെ കുറച്ച് ദിവസത്തെ സംസാരം എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചാണ്. അവൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്നതും അവൻ്റെ കൂടെ പഠിച്ച ഒരു പെൺകൊച്ചിനെ കോളേജിൽ നിന്ന് പുറത്താക്കിയതും ഞാൻ ഈ കണ്ട കാഴ്ചകളെല്ലാം വെച്ചിട്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ അടുത്ത് വെച്ച്, ഈ വർഷം അമ്മ ലഡാക്ക് ഇറങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു സ്പിറ്റി വരണമെന്നുണ്ട് എന്ന് പറഞ്ഞു. എന്നെ ഒന്ന് റോത്തങ് പാസ് കാണിക്കുമോ എന്ന് ചോദിച്ചു. പാവപ്പെട്ടവൻ റോത്തങ് പാസ് പറഞ്ഞ റൈഡിന് ഞാനൊരു ഓൾ ഇന്ത്യയാക്കി മാറ്റിയ അമ്മയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും നമ്മൾ രണ്ടുപേരും ഇറങ്ങാൻ തീരുമാനിച്ചു. വെറുതെ ഇറങ്ങി നമുക്ക് കാണണം, സ്ഥലം കാണണം, അത് ഒരു പാർട്ടാണ്. വെറുതെ കണ്ട് കളയാതെ നമുക്കതെന്തുകൊണ്ട് ഒരു തീമാക്കി മാറ്റിക്കൂടാ. അങ്ങനെയാണ് ഞാൻ സ്ത്രീകളുടെ പോയിന്റിൽ നിന്നും മകൻ കൂടെ വരുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഞങ്ങളുടെ തീമും ഞങ്ങളിപ്പോൾ സംസാരിച്ചുകൊണ്ട് വരുന്ന വിഷയം അതായതുകൊണ്ട് ഈ ഒരു പാർട്ടിലോട്ട്. പക്ഷേ എനിക്ക് ഒരു കണക്കിന് പറയാം, എൻ്റെ അടുത്ത് പലരും ചോദിച്ചു, ഇനി ഷൈനി കൊടി പിടിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം ഇവിടെയെല്ലാം നിൽക്കും. ഞാൻ ആരെയും നന്നാക്കാമെന്നുള്ള തീരുമാനം ഞാൻ എടുത്തിട്ടില്ല. അവരവർക്ക് നന്നാവണമെങ്കിൽ നന്നായാൽ മതി. പിന്നെ ഇടയ്ക്കെങ്ങോണ്ടോ പത്രത്തിലും ന്യൂസിലൊക്കെ എവിടെ നോക്കുക ബുള്ളറ്റിൽ ഈ പറയുന്ന മയക്കുമരുന്നുകൾ വിറ്റ് അതൊക്കെ ലേഡീസിനെയൊക്കെ പോലീസ് നോക്കിയപ്പോഴത്തേക്കും അതിൽ ഹെഡിങ് വന്നത് ബുള്ളറ്റ് റാണി എന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ പണ്ട് എനിക്കൊന്ന് ഹെഡിങ് വന്ന് എനിക്കിഷ്ടംപോലെ പേര് അതിനടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് ചമഞ്ഞ് ഒരിടത്ത് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ എല്ലാവരും അതിൻ്റെ പ്രതിക്കൂട്ടിൽ വരേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ എന്താണെന്നും ഞാൻ എങ്ങനെയാണെന്നും എനിക്കറിയാം. എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. എനിക്ക് എൻ്റെ പ്രവൃത്തി കൊണ്ട് മാത്രമേ മറ്റുള്ളവരെ മാതൃക കാണിക്കാൻ പറ്റത്തുള്ളൂ. അതങ്ങനെ മതി. അല്ലാതെ എനിക്ക് ഒരാളുടെ മുന്നിൽ ചെന്ന് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ, ഞാൻ വെള്ളം അടിക്കത്തില്ല സെറ്റ്, ഞാൻ ആരെടുത്തും പറയാൻ പോയിട്ടില്ല. ചോദിക്കും ചിലപ്പം റൈഡർ മാനിക്ക് പോയപ്പോഴേ എനിക്ക് ജസ്റ്റ് ചിരി വന്നൊരു സംഭവമാണ്. ഞാൻ ബിയർ പോലും തൊടത്തില്ല. അപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ ഒരു ഹെഡ് പൊസിഷനിൽ നിൽക്കുന്ന പുള്ളി എനിക്കൊരു കുപ്പി ബിയർ എടുത്തിട്ട് തന്നു. അപ്പം ഞാൻ ചിരിച്ചു. അതെന്താ ഷൈനി നീ ചിരിക്കുന്നേ? അപ്പോൾ ഇപ്പം ജിവിൻ ചേട്ടൻ ജീവിച്ചിരിപ്പില്ല. ചേട്ടൻ കോട്ടയത്തുള്ള ഒരു റോയൽ എൻഫീൽഡിൻ്റെ ഓണറാണ്. ചേട്ടൻ എന്നെ ഇങ്ങനെ ഷോൾഡർ തട്ടിട്ട് പറഞ്ഞ് എൻ്റെ കൊച്ചതൊന്നും യൂസ് ചെയ്യത്തില്ല. അപ്പോൾ ഇവരെല്ലാം വെള്ളം അടിച്ചിട്ട് നിൽക്കുക. അപ്പോൾ മനു എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞ് റിയലി എന്ന് ചോദിച്ചു. ഞാൻ വീണ്ടും ചിരിച്ചു. പക്ഷെ അവരുടെയൊക്കെ ഭാഗത്ത് ചിലപ്പോൾ എന്നെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് ഈ ഫുൾ ടൈം ഞാൻ വണ്ടി കൊണ്ട് നടക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. മതി, എനിക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട. ആ ഒരു നിമിഷം പുള്ളി എന്നെ നേരിൽ കണ്ടപ്പോൾ ആ പുള്ളീൻ്റെ ആ ഒരൊറ്റ ഫേസ് മതി. പുള്ളിക്കിനി 10 പേരെടുത്ത് എന്നെക്കുറിച്ച് പറയും. ഞാൻ എപ്പോഴും അതേ ചിന്തിക്കുന്നുള്ളൂ. ഞാൻ എൻ്റെ പ്രവൃത്തി കൊണ്ട് മാത്രം മറ്റുള്ളവർക്ക് മാതൃക കാണിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാം ശരിയാവുമെന്നൊന്നും അറിയത്തില്ല. ഞാൻ പെർഫെക്റ്റ് ഒന്നൊന്നും പറയുന്നില്ല. എനിക്കും കാണും മിസ്റ്റേക്ക്. അല്ല, മനുഷ്യരാകുമ്പോൾ അത്തരത്തിൽ അപൂർണതകളുണ്ട്. അപൂർണതകളാണല്ലോ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിലുപരിയായിട്ട് നമ്മളുടേതായിട്ടുള്ള ചില ഫോക്കസ് ചെയ്യുന്ന ചില ഏരിയാസ് ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞു അടിക്കും പെട്രോൾ, കുടിക്കും ചായ. അപ്പോൾ സാധാരണക്കാരുമായിരിക്കും ഞങ്ങൾ അടിക്കും മദ്യം, കുടിക്കും വേറെ വല്ലതും എന്ന് പറയും. പക്ഷേ ഈ പറയുന്നത് പോലെ അങ്ങനെ പറയുന്നവരോട് ഞാൻ ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തത് കൊണ്ട് എനിക്ക് ഇന്ന ബെനിഫിറ്റ് ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ? അതായത് മദ്യം ഉപയോഗിക്കാത്ത, ലഹരി ഉപയോഗിക്കാത്തതുകൊണ്ട്, മയക്കുമരുന്ന് ഉപയോഗിക്കാത്തത് കൊണ്ട് എൻ്റെ ലഹരി യാത്രയാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് എനിക്ക് എന്ത് മെച്ചം ഉണ്ടായി, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളിലേക്ക് പോകാത്തത് കൊണ്ട് എനിക്ക് എന്താണ് ഉണ്ടായതെന്ന് പറയാൻ പറ്റുമോ? എനിക്കുണ്ടായിട്ടുള്ള ബന്ധങ്ങൾ പോലെ ഇന്ന് ആർക്കും ഉണ്ടാകത്തില്ല. എനിക്കിപ്പോൾ ഒന്ന് ഓൾ ഇന്ത്യയിൽ എവിടെ പോയാലും എന്നെ 2 കൈ നീട്ടി സ്വീകരിക്കാൻ ഇഷ്ടം പോലെ കുടുംബങ്ങളുണ്ടാവും. ഞാൻ പോലും അറിയാത്ത കുടുംബത്തിൽ പോയി ഞാൻ താമസിച്ചിട്ടുണ്ട്. ഞാനൊരു ക്രിസ്ത്യനാണ്.
പക്ഷേ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ സംഭവം 2017 യാത്രയിൽ ആഗ്രയിൽ ഞാൻ ഇരിക്കുമ്പം എൻ്റെ അടുത്ത് ആഗ്രയിലെ റൈഡേഴ്സ് ചോദിച്ചു, മാഡം ഝാൻസിയിൽ നിന്ന് നിങ്ങൾ നേരെ അടുത്ത് പോകുന്നത് ഝാൻസിയിലോട്ടാണ്, സ്റ്റേ ആയോ എന്ന് ചോദിച്ചു. കാരണം അന്നത്തെ സമയത്തൊക്കെ ഈ ഝാൻസിയൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കാർ നോട്ടമിട്ടേക്കുന്ന സ്ഥലമാണ്, രാത്രിയിലൊക്കെ യാത്ര ചെയ്യാൻ കൊള്ളത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, ആയിട്ടില്ല. അപ്പോൾ അവർ മൊത്തം ഒരു അപ്പോൾ അവർ നോക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കൊരു ലേഡിയാണ് വരുന്നത്. അവർ പലർത്തും ഫോൺ സംസാരിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിൽക്കാം മാഡത്തിന്. അപ്പോൾ ആ പുള്ളി എൻ്റെ ആ കൂടെ ഇരിക്കുന്ന ഫ്രണ്ടിനോട് ചോദിക്കുന്നുണ്ട്, ഒറ്റയ്ക്കാണോ? ഒറ്റയ്ക്കാണ്, ലേഡിയാണ്, എൻ്റെ ഫാമിലിയുടെ കൂടെ താമസിക്കുക. അപ്പോൾ ഞാൻ ആ വീട്ടിൽ പോയപ്പോൾ അവരൊരു വലിയ ബ്രാഹ്മൺ കുടുംബം, അപ്പൻ അമ്മ മക്കൾ എല്ലാം അടങ്ങിയൊരു കൂട്ടുകുടുംബത്തിന്. സത്യം പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എനിക്കൊരു അങ്ങനെ ഒരു ഫാമിലിക്കകത്ത് ഇത്രയും വർഷമായിട്ട് ഞാൻ എപ്പോൾ ഝാൻസി ടച്ച് ചെയ്താലും ഇപ്പോഴും എൻ്റെ വീട് അത് തന്നെയാണ്. ഇതുവരെ മാറ്റം വന്നിട്ടില്ല. അവരിപ്പോഴും വിളിക്കും, ഇപ്പോഴും സംസാരിക്കും. അങ്ങനെ എനിക്കറിയത്തില്ലാത്ത പല കുടുംബങ്ങളിലെ ഒരു അംഗമായിട്ട് ഞാൻ മാറിയിട്ടുണ്ട്. അതിലൊക്കെ എനിക്കപ്പോൾ ഇതുപോലൊരു ബന്ധം, അല്ലെങ്കിൽ ഞാൻ കണ്ടതുപോലുള്ള കാഴ്ചകളും, അല്ലെങ്കിൽ ഞാൻ ഇന്ത്യയിൽ സഞ്ചരിച്ചെടുത്ത് ഇനി എൻ്റെ അടുത്ത് എത്താൻ ഒരാൾ കുറേയധികം ശ്രമിക്കേണ്ടി വരും. ഇനി എനിക്ക് ഇന്ത്യ എന്നുള്ള ഞാൻ എൻ്റെ ഫോണിൽ തന്നെ ലൊക്കേഷൻ ഓൺ ചെയ്തിട്ടൊരു മാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ പോലും ഞാൻ ഇന്ത്യയുടെ മാപ്പ് മര്യാദയ്ക്ക് വരച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ അതെടുത്ത് കാണുമ്പോൾ എനിക്ക് തന്നെ അഭിമാനം തോന്നാറുണ്ട്. ഞാൻ ഇത്രയൊക്കെ സ്ഥലങ്ങൾ കണ്ടോ. ഇപ്പോഴും ഞാൻ ഓൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ എന്നെ എല്ലാവരും കളിയാക്കുന്ന മാറ്റി പിടിച്ചുകൂടെ, ഇത് കുറേ ആയില്ലേ. ഞാൻ പറഞ്ഞില്ല, ഇതെൻ്റെ. പക്ഷേ ഓൾ ഇന്ത്യ എന്നുള്ള എൻ്റെ ലാസ്റ്റ് ട്രിപ്പാണിത്. ഇനി അടുത്ത് വേറെ ഏതെങ്കിലും മേഖല നോക്കണം. ഇനി എക്സ്പ്ലോറിങ്ങിലാണ് എനിക്ക് താല്പര്യം കൂടുതൽ. അപ്പോൾ എന്തായാലും ഈ ഒരു ലഹരിക്കെതിരായ പോരാട്ടം, പുതിയൊരു യാത്ര, അതിനെല്ലാ ആശംസകളും. പക്ഷെ അതിന് സാമ്പത്തികമായ പിന്തുണ കൂടെ വേണം. അപ്പോൾ ഒരു സ്പോൺസറെ ആവശ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഒരു സ്പോൺസറോ ഒരു കൂട്ടം സ്പോൺസറോ എങ്ങനെയോ. അപ്പോൾ അത് എങ്ങനെയായാലും ഷൈനിക്ക് അവർക്ക് വേണ്ടി ഇതൊരു സാമൂഹിക മാറ്റത്തിനു കൂടിയുള്ള സ്പോൺസർഷിപ്പ് ആണല്ലോ, അല്ലാതെ ഒരു പരസ്യ ദാതാവ് എന്ന നിലയിലല്ല, ഒരു എന്താ പറയുന്ന ഒരു പോപ്പുലാരിറ്റി കിട്ടുക എന്നുള്ളതല്ല, സമൂഹത്തിന് മാറ്റത്തിന് വേണ്ടി ഒരാൾ ശ്രമിക്കുന്ന ആ ശ്രമത്തിന് പങ്കാളിയാകുക. അപ്പോൾ എന്താണ് സ്പോൺസറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? സ്പോൺസർക്ക് എങ്ങനെയായിരിക്കും ഇതൊന്ന്, അവര് ഇതിന്റെ സാമൂഹിക മാറ്റത്തിൽ എങ്ങനെയാണ് അവർക്ക് പങ്കാളിയാകാൻ പറ്റുന്നത്? ഞാനിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവയർനെസ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ മേളിൽ നിന്ന് താഴോട്ടാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ കൂടുതൽ സ്കൂളുകൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് ഒരു പഴഞ്ചൊല്ലുണ്ട്, കതിരിന്മേൽ വളം വെച്ചിട്ട് കാര്യമില്ല. അപ്പം ചെറുതിൽ നിന്നേ തുടങ്ങണം. അപ്പം ഞാനിപ്പോൾ ഓൾറെഡി ഞാൻ തുടങ്ങിക്കഴിഞ്ഞു. ഈ മാസം സ്റ്റാർട്ട് മുതൽ ഞാൻ സ്കൂളുകളിൽ, ട്രിവാൻഡ്രത്തുള്ള അത്യാവശ്യം സ്കൂളുകളിൽ വിമുക്തിയുടെ കൂടെയും അല്ലാതെയൊക്കെ ഞാൻ ക്ലാസ് എടുത്ത് തുടങ്ങി. എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, സ്കൂൾ പിള്ളേരടുത്ത് നമ്മൾ ഡയറക്റ്റായിട്ട് ചെന്ന് മോനെ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല. പക്ഷേ നമ്മളൊരു ബൈക്ക് കൊണ്ടുപോകുമ്പോഴും നമ്മൾ റൈഡർ എന്നൊക്കെ പറയുമ്പോൾ പിള്ളേർ നമ്മളെ രണ്ട് കൈ നീട്ടിയായിരിക്കും സ്വീകരിക്കുന്നത്. ഇതിനിടയിലൂടെ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഇനി സ്കൂൾ പിള്ളേർ മാത്രമല്ല, കോളേജ് സ്റ്റുഡൻസിനായിരുന്നാലും ബൈക്കിംഗ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു ഹരമാണ്. അപ്പോൾ അതിലൂടെ പറയുമ്പോൾ, അല്ലെങ്കിൽ അതിലൂടെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവർ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. അതിന് നമ്മൾ അവരുമായിട്ട് ആദ്യം ഫ്രണ്ട്സ് ആവുക. ഇപ്പം ഇന്നത്തെ തലമുറയിൽ നോക്കുകയാണെങ്കിൽ എല്ലാ മക്കളും ഇപ്പം എത്ര അപ്പനമ്മമാർക്ക് മക്കളുടെ അടുത്തൊന്ന് ഇരുന്ന് സംസാരിക്കാൻ സമയം കിട്ടുന്നുണ്ട്? ഇല്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രോബ്ലം. എല്ലാ അപ്പനും അമ്മമാരും ഒന്ന് മക്കളടുത്ത് കുറച്ച് നേരം സംസാരിച്ച് നോക്ക്. ഒരു മക്കളും അനാവശ്യ കൂട്ടുകെട്ടിലോട്ട് പോകത്തില്ല. അതിന് ഏറ്റവും വലിയ ജീവിക്കുന്ന ഉദാഹരണമാണ് ഞാൻ. അപ്പോൾ എനിക്കതുകൊണ്ട് ധൈര്യമായിട്ട് എല്ലാ പാരൻസിൻ്റെ അടുത്തും പറയാം. അതുപോലെ പബ്ലിക് പ്ലേസുകളിൽ നമുക്ക് പറയാം. ഞാൻ 23 ചെയ്യുമ്പം ഡൽഹിയിലെ പാലിക ബസാറിൽ ചെന്നപ്പോൾ ഞാൻ മോൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം ആളുകളുടെ ഫേസ് എക്സ്പ്രഷൻ എങ്ങനെയാണെന്ന്. ഞാൻ ഈ പ്ലക്കാർഡ് പിടിച്ചുകൊണ്ട് നിന്നപ്പോൾ മോൻ എൻ്റെ കൂടെ ഉള്ള അല്ലാതെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരും പുച്ഛിച്ച് പോകുന്നതൊക്കെ നമുക്ക് ആ വീഡിയോയിൽ കാണാൻ പറ്റും. എനിക്ക് തലയ്ക്ക് വട്ട് എന്നുള്ള രീതിയിൽ ആൾക്കാർ നോക്കിയിട്ട് പോയിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ പബ്ലിക് പ്ലേസ് നോക്കുന്നുണ്ട്. അതുപോലെ റൈഡിങ് കമ്മ്യൂണിറ്റീസ് ഉണ്ട് ഓൾ ഓവർ ഇന്ത്യയിൽ ഇഷ്ടംമാതിരി റൈഡ് ചെയ്യപ്പോൾ അവരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ നേരിട്ടുണ്ട്. സ്കൂളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്, കോളേജുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ JCI പോലുള്ള YMCA അങ്ങനെയുള്ള കമ്മ്യൂണിറ്റീസ് മുന്നോട്ട് വന്നിട്ടുണ്ട്. വിമുക്തി എക്സൈസ് ഉണ്ട്.
അപ്പം അവരൊക്കെ സപ്പോർട്ട് ചെയ്യും. അപ്പം ഇതെല്ലാവരും കൂടെ ചേർന്ന്, ഞാൻ ഒറ്റയ്ക്കെന്നുള്ളൊരു വ്യക്തി എന്നല്ല, പേര് നമുക്ക് വെക്കാം സോളോ, പക്ഷേ എൻ്റെ കൂടെ ഒരു കൂട്ടം ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ ആദ്യത്തെ 50 ദിവസം എൻ്റെ കൂടെ 2 ലേഡീസ്, അത് കഴിഞ്ഞിട്ട് എൻ്റെ മകൻ കോളേജിൽ പഠിക്കുന്നത് കൊണ്ട് തന്നെ അവന് ഫുൾ ഓവറോൾ ഇന്ത്യ പറ്റത്തില്ല, പക്ഷേ ഇടവിട്ട് അവൻ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ ലഗേജ് ഞാൻ ക്യാരി ചെയ്യുന്നുണ്ട്, പിന്നെ അവൻ ഇടയ്ക്ക് വന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യും. റൈഡിങ് കേസ് മാത്രം ഞാൻ പറഞ്ഞു നീ വരുന്ന വണ്ടിയിൽ കൂടെ എടുത്തിട്ട് പോവുക, കാരണം അതുകൂടെ എനിക്ക് ചുമക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവൻ ട്രെയിനിൽ വന്ന് ജോയിൻ ചെയ്യാന്നുള്ള, നോർത്ത് ഇന്ത്യയിൽ കുറേയൊക്കെ ആകുമ്പോൾ അങ്ങനെ പറ്റും, അവൻ എത്താൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം അവൻ എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്, ക്ലാസ്സും കളയാൻ പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെ മാക്സിമം പറ്റുന്ന രീതിയിലുള്ള എല്ലാ പ്രൊമോഷൻസും കൊടുക്കും. കാരണം എനിക്ക് ഇത് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ഞാൻ ചെയ്തു എന്ന് എനിക്കൊരു, നമുക്ക് സ്വയം ഒരു ആത്മസംതൃപ്തി എന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് വേണം. ഒരാളെങ്കിലും നന്നായി കഴിഞ്ഞാൽ അത് തന്നെയാണ് ഞാൻ ഈ യാത്ര ചെയ്തതിൽ. കുറേ പേര് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് എൻ്റെ അടുത്ത് അതിൽ കമൻ്റ് ഇട്ടിരുന്നു യാത്ര ചെയ്യാൻ പുതിയൊരു, എന്നാലും ഞാൻ എല്ലാ പ്രചോദനം എന്നല്ല, മോശമാണ് പറഞ്ഞത്. അതായത് അവർക്ക് നാട് കാണാൻ വേണ്ടിയിട്ട് പുതിയൊരു ഐഡിയമായിട്ട് ഇറങ്ങുന്നു എന്ന്. ഞാനിതിലൊന്നും പെട്ടെന്ന് മൈൻഡ് ചെയ്യുന്ന ആ വ്യക്തിയല്ല. കാരണം തനിക്ക് ചെയ്യാൻ പറ്റാത്തത് വേറൊരാൾ ചെയ്യുമ്പോൾ ഈഗോ കാണിച്ചിരുന്നിട്ട് കാര്യമില്ല, സ്വന്തമായിട്ട് ഇറങ്ങുക, അത്രേ ഞാൻ പറയുന്നുള്ളൂ ആരുടെ അടുത്തും. പിന്നെ കുറേ പേര് പറയും റൈഡിങ് ഒക്കെ ഭയങ്കര ഈസിയാണ്, റൈഡിലോട്ട് ഇറങ്ങിയാലേ അത് മനസ്സിലാവത്തുള്ളൂ. ഈ ക്യാമ്പയിനുമായിട്ടൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇഷ്ടത്തിനൊന്നും സ്ഥലം കാണാൻ ചിലപ്പം പറ്റിയെന്ന് വരത്തില്ല, ചിലപ്പോൾ ഒരു ദിവസം എക്സ്ട്രാ നിന്നാലായിരിക്കും ആ സ്ഥലം കാണാൻ പറ്റുന്നത്. ഒരു സ്കൂളോ കോളേജോ കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിൽ ഹാപ്പി. അതിലെന്ത് കിട്ടുന്ന കുഞ്ഞു സമയമായിരിക്കും നമുക്ക് കിട്ടുന്ന. ഇനി ഈ പറയുന്നവരടുത്ത് എനിക്ക് പറയാനുള്ളത്, ഇന്ത്യയിൽ ഞാൻ കാണേണ്ട സ്ഥലങ്ങളെല്ലാം ഞാനിപ്പോൾ ഓൾമോസ്റ്റ് കണ്ടു കഴിഞ്ഞു. ഇനി എനിക്കിവിടെ എക്സ്ട്രാ ഒന്നും കാണാൻ ഇല്ല. പിന്നെ ആ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു ലഹരി, നമുക്കെല്ലാവർക്കും ഓരോ പാഷനില്ലേ. ഇപ്പം എൻ്റെ പാഷൻ റൈഡിങ് ആണ്, സ്ഥലം കാണുകയാണ്. പാടുന്നവരുണ്ട്, വരയ്ക്കുന്നവരുണ്ട്. ഇപ്പം എൻ്റെ മോൻ്റെ അടുത്ത് ചോദിച്ചാൽ അവൻ പറയും വായനയാണ്. അവൻ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യം, അമ്മ ഒരു റൈഡ് ചെയ്യുമ്പോൾ എനിക്കൊരു ബുക്ക് മേടിച്ച് തരുമോ? അങ്ങനെ അവനിപ്പോൾ ഒരു ലൈബ്രറി ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു റൈഡ് ഒരു ബുക്ക്. പക്ഷേ അവന് കിട്ടുന്ന സമയം എൻ്റെ കൂടെ. അതുപോലെ അവരോരോ മക്കൾക്കും അവരവർക്കുള്ള ലഹരി എന്താണെന്ന് മാതാപിതാക്കൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നമ്മളെ നാടിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഒരാൾ ശ്രമിച്ചാൽ പോരാ. എന്നെ ഈ കേൾക്കുന്ന ഓരോ മാതാപിതാക്കളും ശ്രമിക്കണം. അവർ വന്ന് പറയുന്ന കുഞ്ഞു കുഞ്ഞു കാര്യമായിരിക്കാം. എൻ്റെ റബ്ബർ അവരെടുത്തു, പെൻസിൽ എടുത്തു, ഇതെടുത്തു. അപ്പോൾ അമ്മമാർ പറയുന്ന സാധാ ഒരു ഡയലോഗുണ്ട്, എനിക്ക് ജോലിയുണ്ട് അടുക്കളയിൽ, അതുകൊണ്ട് ഇതുണ്ട്. ഈ ജോലി ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ ഈ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ, നമ്മുടെ കുടുംബം നിലനിർത്താൻ വേണ്ടിയിട്ടല്ലേ. നമ്മളിതെല്ലാം അവരുടെ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കേൾക്കാതെ അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മക്കൾ കൈവിട്ട് പോയിട്ടിരുന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ആദ്യം നമ്മൾ ഇമ്പോർട്ടൻസ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, ഞാനതേ പറയത്തുള്ളൂ. അതിലൊരിക്കൽ തെറ്റുപറ്റിയ ഒരു അമ്മയാണ് ഞാൻ. അവിടെ നിന്ന് ഞാൻ, എൻ്റെ മകൻ്റെ മലയാള സാറാണ് എന്നെ ലാസ്റ്റ് ഇരുത്തി സംസാരിപ്പിച്ചത്. അതെനിക്ക് ഏത് സ്റ്റേജിലും പറയാൻ, കാരണം ഇവന് വായനയും എഴുത്തും ഇഷ്ടമായിരുന്ന മകനെ ഞാനത് പഠിക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ബ്രേക്ക് ചെയ്യിപ്പിച്ചു. അപ്പോൾ അതോടുകൂടെ അവൻ പരീക്ഷകളിൽ തോക്കാൻ തുടങ്ങി. അപ്പം എനിക്ക് റിയാലിറ്റി അവൻ്റെ സാറാണ് കാണിച്ചു തന്നെ. അപ്പോൾ അത് മനസ്സിലാക്കിയത് മുതൽ ഒരിക്കൽ പോലും ഞാൻ അവനെ മാറ്റി നിർത്തിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് റിസൾട്ടുണ്ട്. എല്ലാവർക്കും ചിലപ്പോൾ എൻ്റെ ഈ സംസാരം കേൾക്കുന്ന ഒരു മാതാവായിരുന്നാലും മതി, ഞാൻ ഹാപ്പിയാണ്. മോന്റെ പേരെന്താ? ലെനിൻ ജോഷുവ. അപ്പോൾ ലെനിൻ എനിക്ക് തോന്നുന്നു ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ എംഫിലിന് പഠിക്കുക അല്ലേ? PG ഫസ്റ്റ് ഇയർ ഫിലോസഫി. ഓക്കെ. അപ്പോൾ എന്തായാലും എനിക്ക് ഏറ്റവും സന്തോഷമായത് മോന്റെ കാര്യമാണ്. അപ്പോൾ അവൻ ആ ഒരു രീതിയിൽ അമ്മയോടൊപ്പം നിൽക്കുന്നു, അമ്മയ്ക്ക് കരുത്താകുന്നു, പിന്തുണ നൽകുന്നു. അത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു മാതൃക തന്നെയാണ്. അപ്പോൾ എപ്പോഴെങ്കിലും മോനെ കാണാൻ പറ്റിയാൽ എനിക്ക് സന്തോഷമായിരിക്കും. മോനോട് അന്വേഷണം പറയാൻ തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ 24-ഉം ഇതേപോലെ ഒരു ലഹരി മുക്തിയുടെ പാതയിലാണ്. ഞങ്ങളുടെയും പിന്തുണ ഉണ്ടാവും. അതിൻ്റെ ഒരു യാത്രയിൽ ഞാനും പാർട്ടായിട്ടുണ്ട്. SKN 40 ട്രിവാൻഡ്രത്തുള്ള പരിപാടിയിൽ ഞങ്ങളുടെ ലേഡീസ് ടീമും കൂടെ അതിൽ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഈ യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും. അമ്മയും മോനും ഇതേപോലെ നല്ല കൂട്ടായിട്ടിരിക്കട്ടെ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നിച്ചു നിൽക്കുക. മറ്റുള്ള മാതാപിതാക്കൾക്കും ഞങ്ങൾക്കൊക്കെയും അതൊരു മോഡലാവട്ടെ. എല്ലാ ആശംസകളും. ഒപ്പം തന്നെ ഇത് കേട്ടിരിക്കുന്നവരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ആർക്കെങ്കിലും ഇത് ഒന്ന് സ്പോൺസർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടുള്ള തുടക്കം എന്ന നിലയിൽ, അല്ലെങ്കിൽ ആ യാത്ര എന്ന നിലയിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയാൽ വളരെ നന്നായിരിക്കും. ഷൈനിക്കും എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്.